പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിച്ചു. നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുവാനും സാധിച്ചല്ലോ. അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് നമ്മൾ മാറ്റുകയാണല്ലോ. ഇന്നത്തെ മെസ്സേജിലോട്ട് കടക്കുന്നതിന് മുമ്പ് 3 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. ഒന്നാമത്തെ ആൾ ജോൺ. ജോൺ ഭയങ്കര മിടുക്കനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടോപ്പറായിരുന്നു. നല്ല കോളേജിൽ നല്ല മിടുക്കനായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൊതിക്കുന്ന ഒരു ജോലി കിട്ടി, നല്ലൊരു കമ്പനിയിൽ. അവിടെയും പെട്ടെന്ന് ഉയർച്ചകളാണ് കിട്ടിയത്. ഹൈലി പെയ്ഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ ഇങ്ങനെ അസൂയയോടെ നോക്കുമായിരുന്നു ജോണിൻ്റെ ഉയർച്ച. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വർക്കിംഗ് അവേഴ്സൊക്കെ കൂടി. അത് കഴിഞ്ഞ് ഹെവി വർക്ക് ലോഡാണ്. ഡെഡ് ലൈൻസ്, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ജോണിൻ്റെ ജീവിതത്തിൽ കൂടിക്കൂടി വന്നു. ഇപ്പോൾ ജോണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ ജോണിന് ഉറക്കം തീരെയില്ല, ചെറുതായിട്ട് ഡിപ്രഷനുണ്ട്, അതുപോലെ ഭാര്യയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ ജോണിനോട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുവാനായിട്ട് ജോൺ തീരുമാനിച്ചു. രണ്ടാമത്തെ വ്യക്തി റോഹൻ. ഓക്കെ, റോഹനാണെങ്കിൽ നല്ല മിടുക്കനായിരുന്നു. 10th നല്ല മാർക്ക് മേടിച്ചു. 11th 12th നന്നായിട്ട് അത്യാവശ്യം പെർഫോം ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം വീട്ടിലുള്ളവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. റോഹൻ ഓക്കെ IIT തന്നെ പഠിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ എക്സാം എടുക്കാറായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി, പഴയതുപോലെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പഠിത്തത്തിൽ. മാത്രമല്ല പെട്ടെന്ന് വീട്ടിൽ ദേഷ്യപ്പെടുന്നു, അങ്ങനത്തെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, ക്ഷീണം. റോഹനെയും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി സൂസൻ. ഓക്കെ, സൂസൻ ഒരു വീട്ടമ്മയായിരുന്നു. സൂസനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുടുംബം നോക്കാനും ഒക്കെ. അപ്പം ആദ്യം കല്യാണം കഴിച്ച സമയത്ത് സൂസനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് സൂസനെ കണ്ടുപിടിക്കണം എന്ന്. വീട് നന്നായിട്ട് നോക്കുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അമ്മായിയപ്പനെ നോക്കുന്നു, കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സൂസനാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. പക്ഷേ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൂടി വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ സൂസൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ പോലെ കറികൾ വെക്കാൻ തോന്നുന്നില്ല, വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ തോന്നുന്നില്ല. ഭർത്താവ് ഇടയ്ക്ക് പറയുന്നുണ്ട്, നിനക്ക് എന്താ വീട്ടിൽ ഇത്ര പണി, എന്നിട്ട് ഇതുപോലും തീർക്കാൻ പറ്റുന്നില്ലേ, നിന്നെ കഷ്ടപ്പെട്ട് പുറത്തൊന്നും ജോലിക്ക് പോകണില്ലല്ലോ. പക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ സൂസനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഉറക്കം വരുന്നു, തൂങ്ങിയിരിക്കുക, അതുപോലെ എന്നാൽ ഉറങ്ങാനും പറ്റുന്നില്ല. മാത്രമല്ല വെയിറ്റിൽ ഇഷ്യൂസ് വരുന്നു, അതുപോലെ ദേഷ്യം, സങ്കടം, പിള്ളേരോട് അനാവശ്യമായിട്ട് ഒച്ചയെടുക്കുക. അപ്പം സൂസനും വിചാരിച്ചു ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാം. അപ്പം 3 പേരും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്ക ചെല്ലുകയാണ്, ഈ പറഞ്ഞ ജോൺ, റോഹൻ, സൂസൻ. പക്ഷെ 3 പേർക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, മാനേജ്ഡ് അല്ലാത്ത സ്ട്രെസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിലൊക്കെ ഇന്ന് ധാരാളം കേൾക്കുന്ന വാക്കാണ്, ചിലരൊക്കെ കടന്നു പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോയാൽ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം, ആസ് എ ക്രിസ്ത്യൻ എങ്ങനെ നമുക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്ട്രെസ് നിങ്ങൾക്ക് ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ജീവിതത്തെ, സാധാരണ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തെ എങ്ങനെ അതിനെ പിടിച്ചൊലയ്ക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ 3 പേരും എത്തിയത്. ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാ: സ്ട്രെസ്, ദ റിയാക്ഷൻ ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ് ടു എവറിഡേ ചലഞ്ചസ് ആൻഡ് ഡിമാൻഡ്സ്. അതായത് ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, വെല്ലുവിളികളുണ്ട് അല്ലേ. പക്ഷേ അതങ്ങനെ ചെയ്ത് വരുമ്പം നമ്മുടെ ബോഡിയും മനസ്സും, ശരീരവും മനസ്സും അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്. അപ്പം ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാകും, അപ്പം വറി
സ്ട്രെസ്സും ഒന്നാണൊന്ന്. ഞാൻ ആ വ്യത്യാസം പറഞ്ഞുതരാം. വറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകുല ചിന്തയാണ്, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷനാണ് വറി എന്ന് പറയുന്നത്. പക്ഷെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും റെസ്പോൺസാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരിത്. ഇനി മറ്റൊരു വേർഡും കൂടെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്, സ്ട്രെസ്സർ. അതെന്ന് പറയുന്നത് ദ ചലഞ്ച് ഓർ ഡിമാൻഡ് ദാറ്റ് കോസസ് സ്ട്രെസ്. ജോണിൻ്റെ കാര്യത്തിൽ ഈ ഡെഡ് ലൈൻ കിട്ടുക അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു സ്ട്രെസ്സർ എന്ന് പറയുന്നത്. അത് ഓർക്കുമ്പോഴത്തേക്കുണ്ടാവുന്നു ഇത്. റോഹനെ സംബന്ധിച്ചാണെങ്കിൽ എൻട്രൻസ് എക്സാം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ സ്ട്രെസ്സർ. സൂസനെ സംബന്ധിച്ച് ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ജോലി, അതായിരുന്നു സ്ട്രെസ്സർ. അല്ലെങ്കിൽ സൂസന് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കാം, തൻ്റെ ജോലി ആരും കാണുന്നില്ല, അല്ലെങ്കിൽ താൻ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നലും ഈ സ്ട്രെസ്സിലിടയാക്കി. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രെസ്സിനെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞതെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമുക്കെല്ലാവർക്കും സ്ട്രെസ്സ് ആവശ്യമാണ്. ഒരു ചെറിയ പോയിന്റ് വരെ സ്ട്രെസ്സ് ജീവിതത്തിൽ ആവശ്യമാണ്. അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ 2 വേർഡ്സിൽ കൂടെ അത് പറഞ്ഞു തരാമേ. സ്ട്രെസ് എപ്പോഴും മോശമായിട്ടുള്ളൊരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ അതിനെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് നെഗറ്റീവായിട്ടായിട്ടും പറയുന്നതെങ്കിലും സ്ട്രെസ് എപ്പോഴും ചീത്തയല്ല. ചില സമയത്ത് അത് നമുക്ക് നല്ലതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹ്യൂമൻ ബോഡി ഡിസൈൻഡ് ആയേക്കുന്നത് ഒരു പരിധി സ്ട്രെസ് എടുക്കുവാനും അതിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നോക്കാം ഈ 2 വാക്കുകൾ. ഒന്ന് യൂസ്ട്രെസ് എന്ന് പറയും, 2 ഡിസ്ട്രെസ്സും പറയുക. പറഞ്ഞ വേർഡ്സ് പറഞ്ഞേ, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. യൂസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം പിള്ളേർക്കൊക്കെ എക്സാം ടൈം ആണല്ലോ, ആ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാവേ. ഇപ്പം പരീക്ഷയാകുമ്പോഴത്തേക്ക് എത്ര ഉഴപ്പി നടക്കുന്ന കൊച്ചാണേലും ആ സമയമാകുമ്പോൾ ഒരു സ്ട്രെസ്സ് വരുന്ന കണ്ടിട്ടുണ്ടോ? ആ ഒരു സ്ട്രെസ്സ് തോന്നുമ്പോഴാണ് ഓടിപ്പോയി. ചിലർ പറയില്ലേ, ഞാൻ പരീക്ഷയുടെ തലേ ദിവസമാണേലും പഠിച്ചതെന്നൊക്കെ പറയില്ലേ. ആ പരീക്ഷയുടെ തലേ ദിവസം തോന്നിയൊരു കാര്യമുണ്ടല്ലോ, അതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം നമ്മളെ ഓർപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം അല്ലേ. ആ ഒരു കാര്യം ചെയ്യുമ്പം അതിനെയാണ് ആ ഒരു സ്ട്രെസ്സ് വരുന്നത്, നല്ലതാണ് അല്ലേ. പഠിക്കാൻ ആവശ്യമായിട്ട് ഒരു സ്ട്രെസ്സ് വരുന്നു, അപ്പോൾ കൊച്ചുങ്ങൾ പഠിക്കുന്നു. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആദ്യത്തെ കേസിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നു, അതുപോലെ നമുക്ക് ഉത്സാഹം ഉണ്ടാകുന്നു. ഇറ്റ് ഇൻക്രീസസ് യുവർ എനർജി. യൂസ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹം. ചില വീട്ടിൽ ഗസ്റ്റ് വരുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഓടി നടന്ന് പണിയെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് യൂസ്ട്രെസ്സാണ്. അവർക്ക് വലിയ സന്തോഷമാണ്, ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ആ ഒരു ബുദ്ധിമുട്ട് അവർക്കൊരു പാടായിട്ട് തോന്നുന്നില്ല. ആ ഒരു യൂസ്ട്രെസ് വരുന്നുണ്ട്. വീട് വേഗം ക്ലീൻ ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അവർ വന്നു കഴിയുമ്പോൾ സന്തോഷം. അങ്ങനത്തെ അതിനെയാണ് യൂസ്ട്രെസ്. ഇറ്റ് എലിവേറ്റ്സ് യുവർ മൂഡ്. നമ്മൾ സന്തോഷമായിരിക്കും. ഈ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിലും പരീക്ഷയ്ക്ക് പഠിച്ച് പിൽക്കൊച്ചിന് നല്ല മാർക്കൊക്കെ ഇടുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരത്തില്ലേ, അതാണ് യൂസ്ട്രെസ്. അത് നമ്മളുടെ എല്ലാവർക്കും ആവശ്യമാണ്. ഇനി ഞാൻ പറയട്ടെ, ചിലപ്പം ഈ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് സന്തോഷം തോന്നാറുണ്ട്. ശരിക്കും അവർ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒരു സ്ട്രെസ് എടുക്കുന്നത് അവർക്കൊരു സന്തോഷമായിട്ട് തോന്നും. കാരണം അവരുടെ ശരീരത്തിന് അത് നല്ലതാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട്. ചിലപ്പോൾ ഈ മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പോകുന്നവരില്ലേ, അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ആ മലയൊക്കെ കയറുന്നത്, പക്ഷെ ആ സ്ട്രെസ് അവർക്ക് ഒരു സന്തോഷം തരുന്നുണ്ട്. അതൊക്കെ യൂസ്ട്രെസ് എന്ന് പറയും, നമ്മളുടെ സന്തോഷം തരുന്ന സ്ട്രെസ്സുകൾ. ഓക്കെ, എന്നാൽ രണ്ടാമത്തേത് നോക്കിക്കേ, ഡിസ്ട്രെസ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. നമ്മൾ ഈ ഡിസ്ട്രെസ്സിന് നമ്മൾ ചെറുതാക്കിയും എപ്പോഴും സ്ട്രെസ് എന്നാണ് പറയുന്നത്. സ്ട്രെസ് 2 ടൈപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ സ്ട്രെസ്സിനെ കുറിച്ച്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് സ്ട്രെസ് ദാറ്റ് ഡിസ്കറേജ് യു. ആ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ധൈര്യം ചോർന്നു പോകണമല്ലോ തോന്നുന്നു, നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുപോലെ തോന്നുന്നു, ഒരു എനർജി ഇല്ലാത്തതുപോലെ തോന്നുന്നു, ആകെ സ്ട്രെസ്ഡ് ആയിട്ട്. നമ്മൾ നേരത്തെ കണ്ട 3 പേരില്ലേ, ജോണും റോഹനും സൂസനും, ഇവരങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുക്ക. സ്ട്രെസ് എടുത്ത് അവർക്കൊരു ഉത്സാഹമില്ല, തളർച്ച, ഉറക്കമില്ലായ്മ, പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ തുടങ്ങുന്നു.
അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം, മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ വ്യത്യാസം, ദേഷ്യം കൂടുന്നു, ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നു. സോ ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ് ആവശ്യമാണെന്ന്. ഇതിനെ നമുക്കിങ്ങനെ പറയാം, പീപ്പിൾ ആർ ലൈക്ക് റബ്ബർ ബാൻഡ്സ്. ആളുകൾ റബ്ബർ ബാൻഡ് പോലെയാണേ. ഓക്കെ, കണ്ടോ റബ്ബർ ബാൻഡ് കണ്ടോ? ഈ റബ്ബർ ബാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ അതിനൊരു സ്ട്രെസ്സ് കൊടുത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതെന്ത് ചെയ്യും? തിരിച്ചു വരും അല്ലേ, ഒരു പരിധി വരെ. അത് കഴിഞ്ഞ് പിന്നെയും വലിച്ചാൽ അത് പോകും, തിരിച്ചു വരും. ആദ്യത്തെ കാര്യമില്ലേ, യൂസ്ട്രെസ്സിൽ ഇതുപോലെയാ. നമ്മളൊരു സ്ട്രെസ് എടുത്തു, പരീക്ഷയ്ക്ക് പഠിച്ചു, മാർക്ക് കിട്ടി, സന്തോഷമായി, പഴയ പോലെ നോർമലായിട്ട് സന്തോഷമായി. ഈ ആളുകൾ ഇതുപോലെയാ ആയിരിക്കണം, നല്ല റബ്ബർ ബാൻഡ് പോലെ ഒന്ന് വലിച്ചു തിരിച്ചു വരാനുള്ള ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതിരിക്കണം. പക്ഷേ ഞാൻ ഈ റബ്ബർ ബാൻഡ് വെച്ച് തന്നെ പറഞ്ഞുതരാം കേട്ടോ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഈ റബ്ബർ ബാൻഡ് വലിക്കാനൊരു പരിധിയുണ്ട്. ആ പരിധിയും വിട്ടിട്ട് പിന്നെയും കുറേ വലിച്ചാൽ എന്തു പറ്റും? പൊട്ടിപ്പോകും അല്ലേ? അതായത് അതിനൊരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ വലിക്കുകയോ കൂടുതൽ സമയം വലിച്ചു പിടിക്കുകയോ ചെയ്താൽ അത് പൊട്ടിപ്പോകും. ഓക്കെ, ഇതുപോലെയാണ് ആളുകളുടെ മനസ്സും. നമ്മൾ ഇലാസ്റ്റിസിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതൊരു പരിധി വരെ വലിച്ചു തിരിച്ചു കൊണ്ടുവരണം. അതിൽ കൂടുതൽ വലിച്ചാൽ, കുറേ നേരം വലിച്ചാൽ അത് പൊട്ടിപ്പോകും അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാതെ നിങ്ങളൊരു സ്ഥലത്ത് ഇട്ടേക്കുവാന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഡ്രോയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് കിടക്കും. കുറേ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ എന്ത് പറ്റിയിട്ടുണ്ടാകും? അപ്പോൾ വലിക്കാൻ പറ്റുമോ? അത് പൊട്ടിപ്പോകും അല്ലേ? അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അപ്പോഴും നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ കുറച്ച് സ്ട്രെസ് നമുക്ക് ആവശ്യമില്ല. ജീവിതത്തിൽ ഒരു സ്ട്രെസ്സും എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താലും ശരിയാവത്തില്ല. നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രെസ് ഉണ്ട്, അതെടുക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് റിലാക്സ് ചെയ്യാനും, അതായത് റീസെറ്റ് ചെയ്യാനും റീ എനർജൈസ് ചെയ്യാനും ഒരു ടൈം ആവശ്യമുണ്ട്. ഓക്കെ, എന്നാൽ അതൊന്നും കിട്ടാതെ കുറേ സമയമായിട്ട് വലിച്ചു പിടിച്ച് കുറേ നാളുകളായിട്ടൊരു സ്ട്രെസ്സിൻ്റെ അനുഭവത്തിൽ കൂടെ ഒരാൾ പോവുകയാണ്. പരിധികൾ വിടുകയാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്സും എടുക്കുക. ചിലർ പറയത്തില്ല പിള്ളേരെ ഒന്നും ഒരു സ്ട്രെസ്സും കൊടുക്കാതെ വളർത്തുക എന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? ജീവിതത്തിലൊരു വലിയ പ്രശ്നം വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാത്ത റബ്ബർ ബാൻഡ് പോലെ ആയിപ്പോൾ ഒട്ടും എടുക്കാൻ പറ്റത്തുമില്ല. സോ ആ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ്ട്രെസ് എടുക്കുകയും എന്നാൽ ഡിസ്ട്രെസ്സിലോട്ട് പോകാതിരിക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ട്രെസ്സ് വരാനുള്ള കാരണങ്ങൾ. സോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞാനിവിടെ സ്ട്രെസ് എന്ന് ഇനി യൂസ് ചെയ്യുന്നത് ഡിസ്ട്രെസ്സിനെ കുറിച്ചാണ്. ആ യൂസ്ഫുൾ സ്ട്രെസ് ഉണ്ടെന്നുള്ളത് ഒരു സത്യമായിട്ടിരിക്കുമ്പോൾ തന്നെ കോസസ് ഓഫ് സ്ട്രെസ്, ഓക്കെ, നെഗറ്റീവ് സെൻസിൽ തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്ട്രെസ്സ് കൊണ്ടുവരുന്നതെന്നൊന്ന് നമുക്കൊന്ന് നോക്കാമേ. ഒന്നാമത്തെ ഒരു കാര്യമാണ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ്. ജോലി സംബന്ധമായിട്ട് എല്ലാ മനുഷ്യർക്കും അവർക്ക് ജോലി ചെയ്യണം, അവരുടെ ഭാവി ബിൽഡ് ചെയ്യണം അല്ലേ? അങ്ങനെ ജോലി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പം ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ജോലിയിൽ പല ചലഞ്ചസ് ഉണ്ടാകും. നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ടാകും. നമ്മൾ ആളുകളുമായിട്ട് അല്ലേ, വർക്ക് പ്ലേസിലാണെങ്കിൽ കൊളീഗ്സ് തമ്മിലുള്ള ഇഷ്യൂസ് വരാം, ബോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ജോലി ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിൽ, ഇനി വേറൊരു കാര്യം, ജോലി ചെയ്തിട്ട് കൂലി തക്ക സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ, പൈസ കിട്ടാതെ ഇട്ട് വലിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഒക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം അല്ലേ? വർക്ക് റിലേറ്റഡ് സ്ട്രെസ്. രണ്ടാമതൊരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്ട്രെസ്. നമുക്ക് ജീവിക്കാനായിട്ട് പൈസ ആവശ്യമാണ്. അപ്പം പൈസ ആവശ്യത്തിനില്ലാതെ വരുമ്പോഴത്തേക്ക് സ്ട്രെസ് ഉണ്ടാകാം അല്ലേ? നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ട്, കൊച്ചിന് ആവശ്യമുള്ളൊരു പാല് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ, ഫീസ് അടയ്ക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ, അപ്പോൾ ഒക്കെ നമുക്കൊരു സ്ട്രെസ്സ് വരാം അല്ലേ? അത് പല രീതിയിൽ, ചിലവർക്ക് അത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ വലിയവർക്ക് ലക്ഷങ്ങളുടെ ഇഷ്യൂസ് ആയിരിക്കും ഫിനാൻഷ്യൽ സ്ട്രെസ്സായിട്ട് വരുന്നത്. ഇനി വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സ് പറഞ്ഞപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. പാസ്റ്റേഴ്സിനും സ്ട്രെസ്സ് വരാം, മിനിസ്ട്രി കൂടുതൽ ചെയ്യുന്നവർക്കും സ്ട്രെസ്സ് വരാം അല്ലേ? അതും കൂടെ ഓർത്തിരിക്കാം. വേറൊരു റീസണാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, അതായത് ഭാര്യയും ഭർത്താവും, ഒരു കുടുംബത്തിൽ ദൈവം എങ്ങനെയാണ് തന്നേക്കുന്നത്, എന്തിനാ ഭാര്യ ഭർത്തൃ ബന്ധം തന്നിരിക്കുന്നത് നമുക്ക് ഓർമ്മ വേണം.
ഒരു ശരീരമായി നിന്നുകൊണ്ട് അവർ തക്ക തുണയായിരിക്കാനായിട്ട്. സോ കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ പേർപ്പസിന് വേണ്ടിയാണ് ദൈവം ബന്ധങ്ങൾ തരുന്നത്. പക്ഷേ ആ ഒരു കമ്പാനിയൻഷിപ്പ് കിട്ടാതിരിക്കുമ്പം സ്ട്രെസ് ഉണ്ടാകാം. ഓക്കെ, അത് ഭാര്യയ്ക്കും ഉണ്ടാകാം, ഭർത്താവിനും ഉണ്ടാകാം. ഇനി പേരൻസ് തമ്മിലുള്ള ഇഷ്യൂസ്, അത് കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം അല്ലേ, കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകാം അല്ലേ. ഇപ്പം എസ്പെഷ്യലി ഒരു പേരൻസ് ഡിവോഴ്സിൻ്റെ ഇതിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകാം. ബന്ധങ്ങൾ, ഇൻലോസ്, മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സൺ ഇൻ ലോ അല്ലേ, തമ്മിൽ ബന്ധം, അളിയനും പ്രശ്നം ഉണ്ടാകാം. സോ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നെയ്ബേഴ്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം, സഭയ്ക്കകത്ത് വരുന്ന സഹവിശ്വാസികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സിലോട്ട് നയിക്കും. പ്രത്യേകിച്ചും നമുക്ക് നമ്മളോട് ശരിയായിട്ടല്ല ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നാലാമതൊരു റീസണാണ് ഹെൽത്ത് ഇഷ്യൂസ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് രോഗങ്ങൾ വരിക, അടിക്കടി രോഗങ്ങൾ വരിക, വീട്ടിൽ പലർക്ക് മാറി മാറി അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരവസ്ഥ വരിക. അങ്ങനെ ഒരു വീടിൻ്റെ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ളവരെല്ലാം അഫക്റ്റഡ് ആകും. സോ ഹെൽത്ത് ഇഷ്യൂസ് ഇത് കൊണ്ടുവരാം. അതുപോലെ മേജർ ലൈഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റമൊക്കെ വരിക. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് മാറുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകാം. മാറി വരുമ്പോഴത്തേക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം. എല്ലാ കേസിലും അല്ല കേട്ടോ. ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറുമ്പം ചിലപ്പം പെങ്കൊച്ചിന് വിഷമം തോന്നാം, അല്ലെങ്കിൽ ഭർത്താവിന് പ്രശ്നം തോന്നാം. ഓക്കെ, അതുപോലെ തന്നെ കുഞ്ഞുണ്ടാകുമ്പം, ഗർഭിണിയാകുമ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മിക്ക മദേഴ്സിനും ബേബി ബ്ലൂസ്, അതായത് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അതുവരെ ഗർഭിണിയായിട്ടിരുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ വരുന്നത്. അത് ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, കുഞ്ഞുള്ളത് തീർച്ചയായിട്ടും സന്തോഷമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രെസ്സ് വരുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെടാം, കുഞ്ഞ് രാത്രിയിൽ എഴുന്നേൽക്കുന്നു, കരയുന്നു. ഇതൊക്കെ ഇപ്പോഴൊക്കെ ഈ ടേംസ് ഒക്കെ ഫെമിലിയർ ആണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പ്രസവത്തിന് ശേഷം ചിലവർക്കുണ്ടാകുന്ന ഡിപ്രഷനുണ്ട്. അത് കുറച്ച് കൂടി പോയി കഴിയുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് പോകുന്നത്. പക്ഷെ പല കേസസിലും അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള പേര് പോലും പണ്ട് കാലത്തൊന്നും ആർക്കും അറിയില്ലായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായി ഒരു വർഷത്തിനുള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും സംഭവിക്കാം. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ലൈഫ് സ്റ്റൈലിനോട്. എന്നാൽ നല്ല സോഷ്യൽ സപ്പോർട്ട്, സഹായിക്കാൻ ആൾക്കാരുള്ളവർക്കൊന്നും ഇത് അത്ര പ്രശ്നം വരുന്നില്ല. അടുത്തത് ഇൻറ്റേർണൽ കോസസ് ഉണ്ട് സ്ട്രെസ്സ് വരുന്നതിന്. ആളുകൾക്ക് ചിലവർ ഭയങ്കര ഉദാഹരണങ്ങൾ പറഞ്ഞുതരാവേ. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രെസ്സുണ്ട്. ചിലർ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. പെർഫെക്ഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വൃത്തിയായിട്ട് വെക്കുന്നവരാണെങ്കിൽ അതൊരു പെർഫെക്ഷനിസ്റ്റ് ആ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പൊടി പോലും താങ്ങാൻ പറ്റത്തില്ല, ആ ഒരു ലെവലിലോട്ട് വരിക. അപ്പോൾ പിന്നെ എപ്പോഴും സ്ട്രെസ്സ്, അവിടെ വൃത്തികേടായോ, ഇവിടെ വൃത്തികേടായോ. അതുപോലെ ചിലർക്ക് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ, ചിരിക്കല്ലേ, ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്താ ചിരിച്ചതെന്ന്. പക്ഷെ ഓക്കെ, അത് നല്ലൊരു രീതിയിലാണ് അത് കൊണ്ടുപോകണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും അതുപോലെ ചിലവർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് വിചാരിച്ചോ, ഒരു ഡ്യൂ ഡേറ്റും തന്നിട്ടുണ്ടാകാം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണ്ടേ. ചിലവർ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ളവർക്ക് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചിന്തിച്ച് സമയത്തിന് അത് വെക്കത്തില്ലാത്തവരുണ്ട്. അതായത് ചിലപ്പോൾ ഉഴപ്പി ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചിലപ്പോൾ ചെയ്ത് തീർക്കും. പക്ഷേ ഇവർ ഈ പെർഫെക്ഷനിസ്റ്റുകാർ അത് ഒട്ട് തീർക്കത്തില്ല. അങ്ങനത്തെ ഇത് വരിക. ഓക്കെ, പിന്നെ സ്വയമായിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അത് സ്വയമായിട്ടുണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. വേറൊന്നാണ് പുവർ ടൈം മാനേജ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ടൈമിങ്ങിൻ്റെ ഇത് പറഞ്ഞു. പക്ഷെ ചിലവർ വളരെ മോശമായിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് 10 ദിവസം ഒരു എക്സാമിന് പഠിക്കാൻ കിട്ടിയാലും 7 ദിവസം സുഖമായിട്ട് കടന്ന് ഉറങ്ങിയും ടി വിയും കണ്ട് സമയം കളഞ്ഞിട്ട് പിന്നെ ബാക്കി 3 ദിവസം വല്ലാത്ത സ്ട്രെസ്സിൽ കൂടെ സ്വയം
സമയമായിട്ടുണ്ടാക്കുന്ന അതല്ലേ പുവർ ടൈം മാനേജ്മെൻറ്റ്. ഒരു വർക്ക് തീർക്കാനുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഒന്ന് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സ്ട്രെസ് ഇല്ല അതല്ലേ. അതുപോലെ അൺറിസോൾവ്ഡ് ഇമോഷൻസ്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇമോഷൻസ്, തെറ്റായിട്ടുള്ള ഇമോഷൻസ്, വൈരാഗ്യം, ദേഷ്യം, പക, സംശയം, ഇങ്ങനത്തേതൊക്കെ അതൊക്കെ സോൾവ് ചെയ്യപ്പെട്ട് കളയേണ്ടതാണ്. അതൊക്കെ എടുത്ത് കളയേണ്ട സാധനങ്ങളാണ്. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ സ്ട്രെസ്സിൽ നിന്ന് സ്ട്രെസ്സിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫിയർ ആൻഡ് ആൻസൈറ്റി, ഭയം അകത്ത് കയറുക, വെപ്രാളം ഉണ്ടാകുക, ഇതൊക്കെ ഇൻറ്റേർണൽ കോസസ് ആണ്, അവരവർ തന്നെ ചെയ്യുന്നതാണ്. മറ്റൊന്നാണ് സൊസൈറ്റൽ പ്രഷേഴ്സ്. സൊസൈറ്റൽ പ്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കുന്ന ചില പ്രശ്നമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അപ്പനും അമ്മയും ഡോക്ടറാണെങ്കിൽ സൊസൈറ്റി പറയും മോനും ആ ഡോക്ടർ തന്നെ ആകണം. ചിലപ്പോൾ മോന് വേറൊരു കോഴ്സാണ് പോകണമെങ്കിൽ സൊസൈറ്റി സമ്മതിക്കാത്ത അവസ്ഥ. അതുപോലെ ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. അപ്പം സോഷ്യൽ മീഡിയ നോക്കുമ്പം എല്ലാവരും അടിപൊളി ലൈഫാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത്, എൻ്റെ ജീവിതം മാത്രം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് നോക്കുക, ടെൻഷൻ അടിക്കുക. ഇതൊക്കെ സ്ട്രെസ്സ് കൂട്ടാം. ഓക്കെ, സോ നമ്മൾ നോക്കണം എന്താണ് സ്ട്രെസ്സിൻ്റെ കാരണം ഉണ്ടായേക്കുന്നതെന്ന്. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഇനിയും ഈ സ്ട്രെസ്സ് നമ്മൾക്ക് ഇങ്ങനെ സ്ട്രെസ്സ് വരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു ലെവൽ വരെ സ്ട്രെസ്സ് നല്ലതാണ്, പക്ഷെ അത് ഡിസ്ട്രെസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഡിസ്ട്രെസ് ആയിട്ടുള്ള സ്ട്രെസ് ഇല്ല, നെഗറ്റീവായിട്ടിരിക്കുന്ന ആ സ്ട്രെസ്സ് കുറേ നാൾ ജീവിതത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒന്നും വേണ്ട, ഒരു വീട്ടിൽ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കുറേ നാളിങ്ങനെ പോവാന്ന് വിചാരിച്ചോ, അത് എന്തൊക്കെ നമ്മൾക്ക് എഫക്ട്സ് ഉണ്ടാക്കാം, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാം, മാനസികമായിട്ട് മാറ്റം ഉണ്ടാക്കുന്നത് നോക്കാമേ. ഒന്നാമത് വരുന്നതാണ് ഫിസിക്കൽ എഫക്ട്സ്. ഫിസിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അത് അഫക്റ്റ് ചെയ്യാം. ഓക്കെ, ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഓക്കെ, വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറയാൻ തുടങ്ങും. കുറേ നാൾ പ്രൊലോങ്ഡ് ആയിട്ട് പോകുന്ന സ്ട്രെസ്സിൽ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക, രോഗങ്ങൾ വരാൻ തുടങ്ങും അടിക്കടി. പിന്നെ നമ്മുടെ ഹാർട്ടിനെ അത് അഫക്റ്റ് ചെയ്യുന്ന എത്ര പേർക്കറിയാം? നിങ്ങൾ ഗൂഗിളിൽ നോക്കുക, നിങ്ങളുടെ ഡോക്ടേഴ്സ് ചിലപ്പം നെഞ്ചുവേദന, നെഞ്ചിടിപ്പാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും സ്ട്രെസ് ഉണ്ടോ എന്നല്ലേ. ആ റേറ്റ് ഇൻക്രീസ് ചെയ്യാം, BP കൂടാം അല്ലേ, സ്ട്രോക്ക് വരാം. അതൊക്കെ എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന കാര്യമാണ്. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ രോഗത്തിലോട്ട് നമ്മൾ തള്ളിവിടുകയാണ് ആ ചെയ്യുന്നത്. വേറെ ഒന്ന്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സ്ട്രെസ് അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയും ഗ്യാസ് അപ്പിടിയെന്ന്, പല റീസൺ കൊണ്ടുണ്ടാകാം, പക്ഷേ സ്ട്രെസ് ഇതിന് ഭയങ്കര ഒരു കാരണമാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അൾസേഴ്സ് ഉണ്ടാകുക, ഓക്കെ, ആസിഡ് റിഫ്ലക്സ്, ഇതൊക്കെ സ്ട്രെസ് കൂടിയാലും ഇതുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യമാണ് ഉറക്കമില്ലായ്മ, സ്ലീപ്പ് ഡിസോർഡേഴ്സ്. അതുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം സ്ട്രെസ്സ് ജീവിതത്തിലുണ്ട്. മറ്റൊരു ഇഫക്റ്റാണ് ഇമോഷണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഇത് അഫക്റ്റ് ചെയ്താൽ, സ്ട്രെസ്സിൽ കൂടെ കുറേ നാൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, വളരെ നരകതുല്യമായിട്ടുള്ള, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാം, ഒരു കുടുംബ സാഹചര്യത്തിൽ ഒരാൾ ജീവിക്കുകയെന്ന് വിചാരിക്കുക, കുറേ നാൾ ആ സ്ട്രെസ് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ചേഞ്ചസ് ആണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി ആ സ്ട്രെസ്സ് കുറേ നാൾ താങ്ങാവുന്നതിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇമോഷണൽ എഫക്ട്സ്. എന്താണെന്നറിയാമോ? ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടാകാം. ഓക്കെ, സ്ട്രെസ്സ് കുറേ നാളെടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഒന്നിലും പിന്നെ പഴയതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെമ്മറി, ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട്, പണ്ട് നന്നായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തേത് വരാം. മൂഡ് സ്വിങ്സ്, ചിലപ്പോൾ സന്തോഷം, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനത്തേതൊക്കെ വരാം. പിന്നെ അടുത്ത ഒരെണ്ണമാണ് ബിഹേവിയറൽ ഇഫക്ട്സ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ മോശമായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഉപയോഗിക്കുക. കോപ്പിംഗ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതിൽ എക്സാമ്പിൾസ് പറഞ്ഞാൽ ചിലർ സ്മോക്കിങ്ങിലോട്ട് തിരിയും. ഓക്കെ, സ്ട്രെസ്സ് കുറയ്ക്കാൻ വലിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എക്സസീവായിട്ട് കുടിക്കുക, മദ്യപിക്കാൻ ശ്രമിക്കുക.
ഇനി ചിലപ്പോൾ അത് അത്ര ഇതായിട്ട് തോന്നത്തില്ല, പക്ഷെ ചിലർ വളരെയധികം ഭക്ഷണം കഴിക്കും, ഓവർ ഈറ്റിംഗ്, സ്വീറ്റ്സ് കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ബാഡ് കോപ്പിംഗ് മെക്കാനിസംസ് ആണ് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അവരറിയാതെ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവും, പക്ഷെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. സോ അവരത് ഇത് ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് സോഷ്യൽ വിത്ഡ്രോവൽ. ഇതും സ്ട്രെസ്സിൽ കൂടെ ഇങ്ങനെ കുറേ നാൾ അത് അൺറിസോൾവ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളുകളോട് ഇടപെടാനുള്ള ബുദ്ധിമുട്ട്, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇടപെടാൻ തോന്നുന്നില്ല എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു റീസണാണ്. സോ നമ്മളിപ്പോൾ കാണുന്ന എന്താ, ലോങ് ടേം നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട്സ് ഉണ്ടെന്നുള്ളത് ഷുവറാണ്. ഏറ്റവും ഒരു പ്രശ്നമാണ് അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗിയാക്കും. ശാരീരികമായിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ വരാം, ക്രോണിക് പെയിൻ. ചിലവർക്ക് ഞാൻ ഈയിടെ വായിക്കുമായിരുന്നു, സ്ട്രെസ്സ് കൂടിക്കഴിയുമ്പോൾ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറങ്ങുന്ന വേദന, അതുപോലെ മൈഗ്രെയിൻ, ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ഉണ്ടാവുക, അതുപോലെ അത് ശാരീരികമായിട്ടുള്ള, ഞാൻ നേരത്തെയും പറഞ്ഞല്ലേ ഹാർട്ടിനെ വരെ അഫക്റ്റ് ചെയ്യാവുന്ന ഇതാണിത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാകും. അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ്സ് നിങ്ങൾ അത് അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അതുപോലെ ഡിസ്റപ്ഷൻ ഇൻ ഹോർമോൺ ലെവൽസ്, അത് നമ്മൾക്ക് വളരെ വേദനിപ്പിക്കുന്നത്, റിലേഷൻഷിപ്സിനെ അഫക്റ്റ് ചെയ്യും, ഭയങ്കര മോശമായിട്ട് നമ്മൾ തന്നെ ബിഹേവ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഞാൻ സ്ട്രെസ്സിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ. എനിക്കറിയാം ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും എടുക്കാൻ, പക്ഷെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിത് ചെയ്തത്. എന്നാൽ ആസ് എ ക്രിസ്ത്യൻ, ഓക്കെ, നമ്മൾ ക്രിസ്ത്യൻസിന് സ്ട്രെസ് ഉണ്ടാകുമോ? ഉണ്ടാകാം. ഞാൻ പറഞ്ഞു ഈവൻ ലീഡേഴ്സിന് പോലും, ക്രിസ്ത്യൻ ലീഡേഴ്സിന് സ്ട്രെസ് ഉണ്ടാകാം അല്ലേ. അത് ചിലർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ടൊന്നും ചിന്തിക്കരുത്, ആർക്ക് വേണേലും വരാം, നമ്മുടെ വീട്ടിലും സംഭവിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ എബ്രായർ 4:15 ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ബലഹീനത, മനുഷ്യരായിട്ടിരിക്കുന്ന നമ്മൾ ഈ സ്ട്രെസ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയല്ല നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു അല്ലേ. 1 കൊരിന്ത്യർ 10:13 ദൈവം തരുന്ന പ്രോമിസ് ഇതാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും തരും. ഹല്ലേലൂയ, എന്തൊരു പ്രോമിസാ അല്ലേ. ദൈവം സഹിക്കാവുന്നതിൻ്റെ മീതെ തരത്തില്ല, പോക്കുവഴിയും തരും. പക്ഷെ നമ്മൾ ആസ് ക്രിസ്ത്യൻസ് നമ്മളിത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ് ഇല്ലാത്ത ജീവിതങ്ങളില്ല, അതെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാമെന്ന് പഠിക്കാനായിട്ട് ഞാൻ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് എടുത്തിട്ട് അതിൽ നിന്ന് കർത്താവിൻ്റെ മെത്തേഡ് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി. ആ സമയത്ത് യേശു എന്താ ചെയ്തത്, 5 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് നോക്കാൻ പോകും. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന വേദഭാഗം മർക്കോസ് 14:32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 14:32 മുതൽ 36 വരെ. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസം ഗത്സമന തോട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ എന്തോരം സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകാമോ ആ സ്ട്രെസ്സിൽ കൂടെ കർത്താവായ യേശു കടന്നുപോയൊരു ദിവസം ഞാൻ വായിക്കാമേ. അവർ ഗത്സമന എന്ന തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. യേശു ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. അതാ നേരത്തെ വായിച്ച നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവന്. കർത്താവിന് അറിയാം എന്താണ് ഈ വേദനകൾ എന്ന് പറയുന്നത്. ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ മുൻപോട്ട് ചെന്ന് നിലത്തു വീണു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. സ്ട്രെസ്സിൽ, ക്രോണിക് സ്ട്രെസ്സിലും ക്രോണിക് ഡിപ്രഷനിലും ഒക്കെ ആയിപ്പോയവർക്ക്
ഞാനിപ്പോൾ ഒരു 5 സ്റ്റെപ്സ് പറഞ്ഞു, ഓക്കെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ടക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു. അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാനും ചിന്തിക്കുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി കർത്താവ് കാണിച്ചു തന്ന ഈ മാതൃക നിങ്ങൾക്ക് നല്ല ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആകുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞും നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, അങ്ങനെ ഉള്ളവരെ പരിചയമുള്ളവരാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് യേശു കർത്താവ് എന്താ ചെയ്തത്? ഇവിടെ പറഞ്ഞു യേശു കർത്താവ് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. കർത്താവിൻ്റെ വേദനയെ കർത്താവ് എന്തിനോടാണ് ഉപമിച്ചത്? എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. കർത്താവിന് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ഒരു വലിയ വേദനയിൽ കൂടെ, മരണവേദന, അതായത് എന്തോരം വേദനയുണ്ടോ അതിൻ്റെ മാക്സിമം ആണ് ആ പറയുന്നത്. മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കണം. ആ സമയത്ത് കർത്താവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, we need to pray during stress. We need to pray during stress. യേശു കർത്താവ് വളരെ സ്ട്രെസ്ഡ് ആയിരുന്നെന്ന് നമുക്കറിയാം അല്ലേ? പക്ഷേ യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഗെത്സമന തോട്ടത്തിൽ നമുക്കൊന്ന് പോകാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പം ആദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ദ ലാസ്റ്റ് തിങ് ആയിരിക്കും അത് ചെയ്യാൻ പറ്റുന്നതെന്ന്. സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്ന്. അതെ, അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. ജീവിതത്തിൽ അത് ഹാബിറ്റ് അല്ലാത്തവർക്ക്, നമുക്ക് യേശുവിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്, സ്ട്രെസ്ഡ് ആയ സമയത്തല്ല ഓടിപ്പോയി പ്രാർത്ഥിക്കാനിരുന്നത്. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്ന എങ്ങനെയാ? അധികാലത്തെ യേശു പ്രാർത്ഥിക്കാൻ പോയി, വേർവിട്ട് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന കാണുന്നുണ്ട്. സോ അത് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് ആ സ്ട്രെസ്സിൻ്റെ സമയത്തും പ്രാർത്ഥിക്കാൻ സാധിച്ചത്. അതെന്താ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം? നമ്മൾ ക്രിസ്ത്യൻ എന്നാ പറയുന്നത് അല്ലേ? ക്രിസ്തുവിൻ്റെ അനുയായിയാകാൻ ശ്രമിക്കുന്നവരാണ്. സോ ഇത് നമ്മൾ ഈ പ്രാക്ടിക്കൽ ടിപ്സ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മോഡൽ ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇത്രയും നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ. കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ ഹൃദയം പകരുന്ന സമയമാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ ഏറ്റവും നല്ല ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആ സന്നിധിയിൽ ചെന്ന് പറയുന്നതിലും വലിയ സൊല്യൂഷൻ എന്താ? കർത്താവ് അതാണ് ചെയ്തത്. എന്താ ചെയ്തത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, ഗെത്സമന തോട്ടത്തിൽ പോവാണ്, ശിഷ്യന്മാരെയും കൂടെ വിളിച്ചോണ്ട് പോവാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രെസ്സിൽ, വേദനയിൽ കൂടെ പോകുമ്പോഴും ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമായിരുന്നു. ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരുന്നതും കർത്താവ് ഓർപ്പിച്ച ചില വചനങ്ങളുമായിരുന്നു. ചില സമയത്ത് വേദനിച്ചിരിക്കുമ്പോഴായിരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. ആ ദൈവവചനം ഓർമ്മിക്കുമ്പം നമുക്കുണ്ടാവുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏറ്റവും ബെസ്റ്റ് റിലീഫ് കിട്ടുന്ന ദൈവസന്നിധിയിലോട്ട് പോവുക. യേശു കർത്താവിൻ്റെ ആ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ലൂക്കോസ് വിവരിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്താ സംഭവിച്ചത്? വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീണു എന്നാണ് പറയുന്നത് അല്ലേ? അത് വളരെ റെയർ ആയിട്ടുള്ളൊരു മെഡിക്കൽ കണ്ടീഷനാണ്, ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രെസ്, ഒരു മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ ഏറ്റവും അപ്പുറത്തെ സ്ട്രെസ് വരുമ്പോഴാണ് വേർപ്പ് ചോരത്തുള്ളി പോലെ വീഴുന്നത്. ആ ഒരു സ്ട്രെസ്സിൽ കൂടെ പോകുമ്പോഴും കർത്താവ് ചൂസ് ചെയ്ത ഫസ്റ്റ് കാര്യം ദൈവസന്നിധിയിൽ പോവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് അത് നമ്മളുടെ ഒരു ശീലമായി മാറട്ടെ. സ്ട്രെസ്സിൻ്റെ സമയത്ത് ഏറ്റവും നല്ല റിലീഫ് കിട്ടുന്നത് ഇതായിരിക്കും, ഒരു സംശയവും വേണ്ട. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃകയാണത്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് നോക്കാം. യേശു കർത്താവ് ഏറ്റവും ആ ഒരു സ്ട്രെസ്സിൽ കൂടെ പോണ സമയത്ത് യേശു കർത്താവ് എന്താ ഗെത്സമനെ പോയപ്പം ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് കാണുന്നത്? ഒറ്റയ്ക്കാണോ പോയത്? എന്നാൽ ഞാൻ ഈ ശിഷ്യന്മാരെയൊക്കെ ഇവിടെ മാളിക മുറിയിൽ, അവർ പെസഹയൊക്കെ കഴിഞ്ഞിരിക്കുക, അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോയെന്ന് പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെയല്ല യേശു കർത്താവ് ചെയ്തത്. ശിഷ്യന്മാരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് ഗെത്സമനയിലേക്ക് പോകുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? പിന്നെ അവൻ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. യേശു കർത്താവ് 12 പേരെയും കൊണ്ടാണ് പോകുന്നത്. 12 ഇല്ല, ഒരാൾ മിസ്സിങ്ങാ. അവരെല്ലാം കൊണ്ടുപോവുകയാണ്. അവിടെ പ്രാർത്ഥിക്കാനിരിക്കുന്നു. അപ്പം അതിൽ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, അവരെ 3 പേരെയും വിളിച്ചിട്ട്, നമ്മൾ അവരെ യേശുവിൻ്റെ ഇന്നർ സർക്കിൾ എന്ന് പറയാറുണ്ട് അല്ലേ?
അവരെ വിളിച്ചിട്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങിയെന്ന്. കർത്താവ് തൻ്റെ ഹൃദയത്തിലെ ആ വ്യഥകൾ അവരോട് ഷെയർ ചെയ്യുകയാണ് അല്ലേ. ആരോടൊക്കെ? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. കർത്താവിന് ആ ട്രസ്റ്റ് ഉണ്ടായിരുന്ന ആ 3 പേരോട് തൻ്റെ സങ്കടം ഒന്ന് പറയുകയാണ്. ഇത് നമ്മളെ വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. സ്ട്രെസ്സ് നമ്മൾ തന്നെ ഒരു മനുഷ്യനെ അറിയിക്കാതെ ഇങ്ങനെ വെച്ചാൽ ഈ പ്രഷർ കുക്കർ അവസാനം പൊട്ടിത്തെറിക്കുന്ന പോലത്തെ അവസ്ഥകളിലായി പോകാറുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠം, വി മേ സീക്ക് ഇമോഷണൽ സപ്പോർട്ട് ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ ടൈംസ്. ഒന്നും കൂടെ വായിക്കാമേ. വി മേ സീക്ക് ഇമോഷണൽ സപ്പോർട്ട് ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ ടൈംസ്. നിങ്ങൾ അതിന് ആരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസവും നിങ്ങളെ മനസ്സിലാക്കുമെന്നുള്ളവരായിരിക്കണം അല്ലേ നമ്മുടെ വിഷമം ഒന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് തീർച്ചയായിട്ടും അത് ചെയ്തു. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും വിളിച്ചൊന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു വലിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മാതൃക കാണിച്ചു തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ വേദനകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് കുടുംബ ബന്ധം ദൈവം തന്നേക്കുന്നത്. ഓക്കെ, ഏകദേഹമായിരിക്കാൻ, കമ്പാനിയനായിരിക്കാൻ, നമ്മുടെ വേദനകളൊന്ന് പറയാൻ. പക്ഷേ ട്രാജിക്കലി കുറേ കുടുംബങ്ങളൊന്നും അങ്ങനെ ഫങ്ഷൻ ചെയ്യാറില്ല. കുടുംബങ്ങളുടെ അകത്ത് പോലും പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ പുറത്ത് പറയേണ്ടി വരും അല്ലേ. നമുക്കങ്ങനെ ആൾക്കാരോടൊന്ന് പറഞ്ഞ് നല്ല സൊല്യൂഷൻസ് തരാൻ പറ്റുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ ആഘോഷമാക്കാത്തവരോടൊന്ന് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരോടും പറയരുത് കേട്ടോ, അത് സൂക്ഷിച്ചു തന്നെ ചെയ്യുക. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീക്ക് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഒരു കുഴപ്പവുമില്ല, നമുക്കൊരു രോഗം വന്നാൽ, ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണും അല്ലേ. പക്ഷേ ഇന്നും നമ്മുടെ സൊസൈറ്റി ഒരു ടാബു ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, മനസ്സിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്ന ചിന്തിക്കാൻ വയ്യ. അയ്യോ, പിന്നെ എൻ്റെ ജീവിതം അതോടെ തീർന്നു, അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയുന്നുള്ള ചിന്ത. നമ്മൾ മനസ്സിലാക്കുക, കാലൊടിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുമെങ്കിൽ മനസ്സൊടിഞ്ഞാലും നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. ചില കേസസിൽ മെഡിസിൻ എടുക്കേണ്ടി വരും, ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. ഞാൻ പറഞ്ഞല്ലേ, റബ്ബർ ബാൻഡ് വലിച്ചിട്ട് തിരിച്ച് വന്നൊന്ന് റിലാക്സ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഒരു ടൈം കൊടുക്കണം. അതുപോലെ ഇങ്ങനത്തെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ അതിനുള്ള പ്രൊഫഷണൽസിന് സാധിക്കും, നന്നായിട്ട് സാധിക്കും. നല്ല ആൾക്കാരെ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനെയും വിശ്വസിക്കാറില്ലല്ലോ, നമുക്ക് വിശ്വാസമുള്ള ഡോക്ടർ എടുക്കല്ലേ പോകണം. അതുപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതുപോലെ പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്, അതുപോലെ മെയിൻറ്റെയിൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഈ സ്ട്രെസ്സ് കൂടി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ആദ്യം അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതാകും. ഭക്ഷണം കഴിക്കുന്ന രീതി മാറും, ഓവർ ഈറ്റ് ചെയ്യും അല്ലെങ്കിൽ അണ്ടർ ഈറ്റ് ചെയ്യും. മര്യാദയ്ക്ക് കഴിക്കത്തില്ല, ചിലർ കൂടുതൽ കഴിക്കും, ഉറങ്ങത്തില്ല അല്ലെങ്കിൽ കൂടുതൽ കിടന്നുറങ്ങും. ഒരു പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, എക്സസൈസ് ചെയ്യുവാൻ ഒക്കെ സമയം കണ്ടെത്തുന്നത് സ്ട്രെസ്സിനെ നല്ലൊരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. സീക്ക് സോഷ്യൽ സപ്പോർട്ട്. അപ്പം കർത്താവായ യേശു നമ്മളെ കാണിച്ചു തന്ന പത്രോസ്, യാക്കോബ്, അന്ത്രയോസിൻ്റെ അടുക്കൽ വ്യാകുലപ്പെടാൻ തുടങ്ങി അല്ലേ, ഭ്രമിപ്പാൻ അല്ലേ, ആ വിഷമം പറഞ്ഞു. അതൊരിക്കലും നിങ്ങളെ കുറവാക്കത്തില്ല കേട്ടോ. പക്ഷെ നല്ല ആൾക്കാരുടെ അടുക്കലാണ് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവ് ആ ഇമോഷണൽ ആ സ്ട്രെസ്സിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചല്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റി തരണമേ എന്ന്. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് തന്നെ ആകട്ടെ അല്ലേ, കർത്താവിനോട് പറയുകയാണ്. കർത്താവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നോട്ട് മൈ വിൽ ബട്ട് യോഴ്സ് ബി ഡൺ അല്ലേ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, വി നീഡ് ടു റെക്കഗ്നൈസ് ഗോഡ്സ് വിൽ ആൻഡ് ഹിസ് സോവറിനിറ്റി. We need to recognize God's will and His sovereignty. ചില സമയത്ത് നമ്മുടെ സ്ട്രെസ്സേഴ്സ് ഉണ്ടല്ലോ, സ്ട്രെസ്സർ ആ വേർഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കൊണ്ടുവരുന്ന കാര്യം. ഇപ്പോൾ ഓഫീസിലെ നമ്മുടെ ഒരു കൊളീഗാണ് നമുക്ക് സ്ട്രെസ്സർ എന്ന് വിചാരിക്കുക, അയാളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ആ കൊളീഗിൻ്റെ ജോലി അങ്ങ് കളഞ്ഞേക്കണേ, മാറ്റിത്തരണേ, ബോസ് ആണെങ്കിൽ ബോസിനെ തട്ടിക്കളഞ്ഞേക്കണേ, അങ്ങനെയൊക്കെ ചിന്തിക്കുക അല്ലേ.
ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഇനി വീട്ടിലാണെങ്കിൽ അമ്മായിയമ്മ ഉപദ്രവിക്കുവാണെങ്കിൽ അമ്മായിയമ്മയുടെ കാലൊടിഞ്ഞൊന്ന് വീഴണേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നുമോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ഈ സ്ട്രെസ്സറിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു വരുന്നത്, ചില സമയത്ത് ആ ഒരു സർട്ടൺ പീരീഡ് നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്സിൽ കൂടെ പോകുമായിരിക്കും. പക്ഷെ ഒരു വേ ഔട്ട് ഉണ്ട്, അതിനൊരു പരിഹാരവും കൂടെ ദൈവം തന്നിട്ടുള്ളതെന്നുള്ള പ്രോമിസാണ് അല്ലേ? ഓക്കെ, അപ്പം കർത്താവ് ഇതാണ് ചെയ്തത്, ഗോഡ്സ് വില്ലും സോവറിനിറ്റിയും. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും കൂടെ നമ്മൾ സ്ട്രെസ്സിൻ്റെ ടൈമിൽ ഓർക്കുക. ഓക്കെ, ഇനിയും മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ അടുത്ത 4th പോയിന്റിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കാം. ഗെത്സമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പ്രാർത്ഥിച്ചോ? ഇല്ല, നമുക്കറിയാം ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങിപ്പോയി അല്ലേ. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്ട്രെസ്സ് വരികയാണ്. എന്താ? അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സീന, പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് അല്ലേ. യൂദാ ഇസ്കരിയോത്തും പടയാളികളും കൂടെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വളയുകയാണ്. ഓക്കെ, ഇനി സ്ട്രെസ്സിൻ്റെ സമയത്താണ് 4ാമത്തെ പോയിന്റ്. അതാണ്, വി ഡിസ്പ്ലേ അവർ ക്യാരക്ടർ വെൻ വി ഗോ ത്രൂ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. എനിക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് ചിലർ പറയാറുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ മറ്റൊരു വാസ്തവം കൂടെ അതിലുണ്ട്. നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വരും ഈ സ്ട്രെസ്സിൻ്റെ സമയത്ത്. ഓക്കെ, നമുക്ക് ശിഷ്യന്മാരുടെ കാര്യം നോക്കാവേ. ലൂക്കോസ് 22:49 ഇങ്ങനെ ഈ പടയാളികളൊക്കെ ഇങ്ങനെ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവരുടനെ പറയുന്നത് എന്താണെന്നറിയാമോ? സംഭവിപ്പാൻ പോകുന്നത് കണ്ടിട്ട് അവൻ്റെ കൂടെയുള്ളവർ, കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. എല്ലാ ശിഷ്യന്മാരും ചോദിച്ചു, വാൾ കൊണ്ട് ഞങ്ങൾ വെട്ടട്ടെ എന്ന് അല്ലേ. പക്ഷെ യോഹന്നാൻ 18:10 പറയുന്നുണ്ട്, അതിലൊരാളാണ് വാൾ ഊരിയത്. ആരാ? ശിമോൻ പത്രോസ് പെട്ടെന്ന് വാൾ ഊരിയിട്ട് മഹാപുരോഹിതന്റെ ആ ദാസന്റെ കാതങ്ങ് വെട്ടിക്കളഞ്ഞു അല്ലേ. അതുവരെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ആ വചനം എല്ലാം 3.5 വർഷമായിട്ട് കേൾക്കുകയും പഠിക്കുകയും, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഇങ്ങനെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം, ഇതൊക്കെ നല്ല ബൈഹാർട്ടാക്കിയ പത്രോസിന് പെട്ടെന്ന് ഒരു നിമിഷം സ്ട്രെസ് വന്നപ്പോൾ അറിയാതെ എന്തു പറ്റിപ്പോയി? വാളങ്ങ് ഊരിപ്പോയി അല്ലേ. ഊരി വെട്ടുകയും കൂടെ ചെയ്തു. ചിലർ പറയത്തില്ലേ, ഞാൻ മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം കണ്ടേനെ. ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആ സ്വഭാവം ഒന്നും കൂടെ ഒന്ന് ചാടി വരും. ഒറ്റ വെട്ട് വെച്ചു കൊടുത്തു. മൽക്കോസിന്റെ കാത് അറുത്ത് വീണു അല്ലേ. ഇതാണ് സ്ട്രെസ്സിൽ ആ ശിഷ്യന്മാരും ചോദിച്ചാതാ, ഞങ്ങൾ അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യട്ടെ എന്ന്. വാളെല്ലാവരും കൂടെ അങ്ങ് ഊരി 12 പേരും കൂടെ അങ്ങോട്ട് വെട്ടാമെന്ന് അവർ വിചാരിച്ച. പത്രോസ് അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് നോക്കിയ പത്രോസ് അങ്ങനെയാണ് പ്രവർത്തിച്ചതെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മളവിടെ വായിച്ചു, അവർ റിയൽ ക്യാരക്ടർ കംസ് ഔട്ട്. എന്താ അവിടെ സംഭവിച്ചു? മൽക്കോസിന്റെ ഇത് വീണു അല്ലേ. യേശുവിനെ പിടിക്കാൻ വന്ന ഒരു പടയാളിയാ മൽക്കോസിന്റെ ആ കാതറുത്ത് താഴെ വീണിരിക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവ് അവസാനം ചെയ്ത അങ്ങനത്തെ ഒരു ഹീലിംഗ് മിറക്കിളാണിത്. കർത്താവ് എന്ത് ചെയ്തു? മൽക്കോസിന്റെ ആ അറുത്ത് വീണ ചെവി എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് തൊട്ട് സൗഖ്യമാക്കി എന്ന് അവിടെ എഴുതിയേക്കുന്നത്. തൊട്ട് സൗഖ്യമാക്കി. എന്തൊരു ഡിഫറൻസ് ആണെന്ന് നോക്കിക്കേ നമ്മുടെ. അപ്പം സ്ട്രെസ്സാണ് എൻ്റെ വേഴ്സ്റ്റ് സൈഡ് പുറത്തു കൊണ്ടുവന്നെന്ന് പറയുന്നതിൽ ആക്ച്വലി നമ്മുടെ ഒരു റിയൽ ക്യാരക്ടറാണ് പുറത്തു വരുന്നത്. കർത്താവിൻ്റെ ക്യാരക്ടർ ഇതായിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ ക്യാരക്ടറേ അതായിരുന്നു. അതുകൊണ്ടാണ് മൽക്കോസിനെ തൊട്ട് സൗഖ്യമാക്കാൻ കർത്താവിന് പറ്റിയത്. അപ്പം നമ്മൾ പ്രേ ഫോർ എ ക്യാരക്ടർ ചേഞ്ച്. കർത്താവ് എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ പോലെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും ആരംഭിക്കുക. ഓക്കെ, ഇനിയും 5ാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. വി ഷുഡ് നോട്ട് ഹേർട്ട് അതേഴ്സ് ഓർ ജസ്റ്റിഫൈ അവർ റോങ് ആക്ഷൻസ് വൈൽ ഇൻ സ്ട്രെസ്. ഓക്കെ, വി ഷുഡ് നോട്ട് ഹേർട്ട് അതേഴ്സ് ഓർ ജസ്റ്റിഫൈ അവർ റോങ് ആക്ഷൻസ് വൈൽ ഇൻ സ്ട്രെസ്. ഇങ്ങനെ പറയാറുണ്ട്, ഹേർട്ട് പീപ്പിൾ ഹേർട്ട്. മുറിവേറ്റ ആൾക്കാർ പിന്നെയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്നു. ഓക്കെ, അത് അങ്ങനെയാണ്. കർത്താവ് പറയുന്നതല്ലേ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുന്നു പറഞ്ഞ പോലെയാണ്. മുറിവേറ്റിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെയും വേദനിപ്പിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ വി നീഡ് ടു ബി കെയർഫുൾ.
നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പം നമ്മൾ ഏറ്റവും സാധ്യതയുള്ള കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മൾ ചിലപ്പോൾ അറിയാതായിരിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാം, ചിലവർ പാത്രം വലിച്ചെറിയാം, ചിലവർ ചീത്ത വാക്ക് ഉപയോഗിക്കാം, ചിലവർ ഒന്നും ചെയ്യാതിരിക്കാം. ഇതിനെ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. വി ഷുഡ് നോട്ട് ജസ്റ്റിഫൈ റോങ് ആക്ഷൻസ്. നമ്മൾക്ക് എന്ത് സ്ട്രെസ്സർ കൊണ്ടാണ് നമ്മൾ സ്ട്രെസ്ഡ് ആയെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായേക്കുന്ന റോങ് ആക്ഷൻസ് തന്നെയാണ്. അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളത് മനസ്സിലാക്കണം. ഇനി നമുക്ക് നോക്കാം, യേശു കർത്താവ് ഗത്സമനയിൽ ഉണ്ടായിരുന്നു സ്ട്രെസ്ഡ് ആയിട്ട്. യേശു കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടു. ക്രോസിൽ പിറ്റേ ദിവസം കുരിശിൽ കിടക്കുമ്പം, യേശുവിൻ്റെ ജീവിതത്തിൽ ആ കുരിശിൽ കിടക്കുന്ന സമയത്തുള്ള സ്ട്രെസ് എന്ന് പറയുന്ന ആലോചിച്ച് നോക്കിക്കേ. ആ രാത്രി മുഴുവനുള്ള മാറിയുള്ള വിസ്താരം കഴിഞ്ഞിരിക്കുക യേശുവിൻ്റെ. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കന്നത്തടിച്ചു, തുപ്പി, ഡ്രസ്സ് വലിച്ചൂരി, അടിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, കുരിശ് ചുമപ്പിച്ചുകൊണ്ട് വഴിനീളെ നടത്തിച്ച്, അതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീഴുന്നുണ്ട് അല്ലെ. അതവസാനം കൈകളും കാലിലും ആണി അടിച്ച് ക്രൂശിലിട്ടേക്കുവാണ്. ഒരു മനുഷ്യന് ഇതിലും കൂടുതൽ എങ്ങനെയാ സ്ട്രെസ്ഡ് ആവുന്നത്? ആ ഒരു അവസ്ഥയിൽ യേശു നിൽക്കുമ്പം നമുക്ക് വേണമെങ്കിൽ പറയാൻ, മനുഷ്യരാകുമ്പം സ്ട്രെസ്ഡ് ആയി പോകും, നമ്മളുടെ സ്വഭാവം മാറുമെന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം അല്ലേ. പക്ഷേ നമുക്കൊന്ന് കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തിലോട്ട്, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യരല്ലേ, അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഗുരുവിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് അല്ലേ. അവിടെ കിടന്ന് കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ റോമാക്കാർ സോൾജേഴ്സ് മാറി അടിച്ചതാ അല്ലേ. നമ്മളെ അങ്ങനെ വേദനിപ്പിക്കുന്നവരെ അറ്റ്ലീസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാഗിട്ട് പോകാനെങ്കിലും തോന്നത്തില്ലേ? ശപിക്കാൻ തോന്നത്തില്ലേ? നീയൊക്കെ അനുഭവിക്കുകടാന്ന് അല്ലേ. അങ്ങനെ പറഞ്ഞ കർത്താവ് പറഞ്ഞത്. കർത്താവ് അവിടെ കടന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വളരെ ഫേമസ്, എല്ലാവർക്കും അറിയാം. എന്താ അത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. അടിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. We cannot justify our wrong actions if you are a Christian. Okay, ക്രിസ്തുവിൻ്റെ അനുയായിയെങ്കിൽ, പിതാവേ ഇവർ ചെയ്യുന്നത് അറിയാതെ ചെയ്തേക്കുന്നതല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവർക്ക് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. മാതാപിതാക്കൾ മനസ്സിലാക്കുക, അങ്ങോട്ടും സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക, ശപിക്കാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അതൊന്നുമല്ല ഒരു ക്രിസ്ത്യൻ വാല്യൂ. നമ്മൾ അവിടെ ഫെയിൽ ആവുകയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ബ്ലെസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ ഉപദ്രവിച്ചവരെ ചിലർ, അത് ദൈവനാമത്തിൽ നീ അനുഭവിച്ചോളൂ എന്നൊക്കെ ദൈവത്തെയും കൂടെ അങ്ങ് നമ്മൾ കൂട്ടുപിടിക്കും അല്ലേ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് അല്ലേ. ഇനിയും ആ ക്രൂശിൽ കിടക്കുന്ന സമയത്തും കർത്താവ് ചെയ്ത മറ്റൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്. ഹി കെയർഡ് ഫോർ ഹിസ് മദർ. കർത്താവ് അവിടെ കിടക്കുമ്പോഴും എന്താ പറയുന്ന, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. തൻ്റെ അമ്മ ഇനി ഒറ്റപ്പെടരുത്, യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് അല്ലേ. ആ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ് മറിയെ നോക്കുവാൻ വേണ്ടിയിട്ട്, ഉത്തരവാദിത്വത്തോടെ എടുക്കാൻ. അതായത് താൻ ഏറ്റവും സ്ട്രെസ്സിൽ കൂടെ പോകുമ്പോഴും തൻ്റെ കുടുംബത്തിലുള്ളവർക്കൊരു വേദന ഉണ്ടാവരുത്. നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് നോക്കുക. ചിലപ്പം നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഡോക്ട്രിൻസ് അറിയായിരിക്കും, തിയോളജി അറിയായിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കേ സമാധാനമില്ലാത്തവരാണെങ്കിൽ നമ്മൾ എങ്ങനെ സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കും? സമാധാനം തരുന്ന കർത്താവ് നമ്മുടെ വീടേ രക്ഷപ്പെടാതെ കിടക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷയെക്കുറിച്ചും രക്ഷയുടെ ഉല്ലാസഘോഷത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറയും അല്ലേ. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ലെങ്കിൽ എങ്ങനെ ഈ സുവിശേഷം നമ്മൾ പങ്കിടും? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. താൻ ക്രൂശിൽ കിടന്നപ്പോഴും തൻ്റെ അമ്മ പ്രോപ്പറായിട്ട് അത് കഴിഞ്ഞിതായിരിക്കണം എന്ന് ചിന്തിക്കാനുള്ള, നമ്മൾ കരുതാനുള്ള. ഓക്കെ, ഞാൻ സ്ട്രെസ്ഡായി, എൻ്റെ കുടുംബം മുഴുവൻ സ്ട്രെസ്ഡ് ആയിക്കോട്ടെ എന്ന് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ ഇതിൽ കൂടെ പോകുമ്പോഴും ബാക്കി എല്ലാവരും ഓക്കെ ആയിരിക്കണം. ഇതാണ് ദൈവസ്നേഹം, കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ആശ്വസിക്കാം. 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലേ.
ഇതൊക്കെ ഒരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. സ്ട്രെസ്സ്, ഞാൻ പറഞ്ഞു സ്ട്രെസ്സ് ഒരു പരിധി വരെ നല്ലതാണ്. റബ്ബർ ബാൻഡ് ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ഓർക്കുക. വലിച്ചിട്ട് അത് തിരിച്ചു വരുന്ന അവസ്ഥയിലായിരിക്കണം. പക്ഷെ നമുക്ക് തിരിച്ചാ മൂടി വരാൻ പറ്റുന്നില്ല, വലിഞ്ഞു പോവുകയാണ്. പൊട്ടാറായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഞാൻ പറഞ്ഞ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ നാളിത് വലിഞ്ഞു നിന്നാൽ നമ്മൾ അറിയാതെ രോഗികളും മാനസികമായിട്ട് ഇഷ്യൂ ഉള്ളവരും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും നമുക്കും ബുദ്ധിമുട്ടായിട്ട് അപ്പോഴാണ് സൂയിസൈഡ് ടെൻഡൻസികളൊക്കെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു അവസ്ഥകളൊന്നും ആർക്കും വരരുത്. നമ്മൾ ആ ഇമോഷണൽ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കുക, അതിനുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് ആദ്യം ചെയ്ത കാര്യം ഹി വെന്റ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവവചനം ആശ്വസിപ്പിക്കുന്ന വിധത്തെക്കൂടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, I fear no evil because you are with me. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത് മരണനിഴലിൽ നിന്ന് താഴ്വര പോലെയാ, ഇരുട്ടാ ചുറ്റും, എങ്ങോട്ടാ പോണ്ടേന്നറിയത്തില്ല. പക്ഷെ അവിടെയും ദൈവം ഉണ്ടെന്നുള്ള പ്രസൻസിൻ്റെ ബോധ്യമുണ്ടല്ലോ, നമ്മളെ അത് ബലപ്പെടുത്തും. അങ്ങനെ ആ ബോധ്യം വന്ന ഒരു ആടാണ് പാടുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. നമ്മളെല്ലാം പറയുന്ന അല്ലേ, ഇതുപോലെ മനോഹരമായൊരു പാട്ടാ ദാവീദ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അടുത്ത വാക്യം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹി റിസ്റ്റോഴ്സ് മൈ സോൾ. നേരത്തെ പറഞ്ഞല്ലേ, ചില സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും പ്രാണനും എല്ലാം ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ച അറ്റത്തോട്ട് പോയ പോലെ ആയിപ്പോവും. പക്ഷേ അത് റീസെറ്റ് ചെയ്യാൻ, റീഎനർജൈസ് ചെയ്യുവാൻ, റിസ്റ്റോർഡ് ആവാൻ ഒരു സമയമുണ്ടല്ലേ. ഇവിടെ പറയാണ്, ചൂടായി തിളച്ച അവസ്ഥയിലിരുന്ന എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ എങ്ങനെ മോശം അവസ്ഥയിലാണ് നമ്മുടെ മെൻ്റൽ കണ്ടീഷനെങ്കിലും യഹോവ ഇടയനായിട്ടുള്ള ഒരാട് പറയുകയാണ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പറഞ്ഞേ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഒരു പക്ഷേ ഈ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ചിലർ ചെറിയൊരു സ്റ്റേജായിരിക്കാം, ചിലർ വലിയ സ്റ്റേജിലായിരിക്കാം. പക്ഷേ ഞാൻ എൻകറേജ് ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് നിങ്ങൾക്ക് കർത്താവിൻ്റെ മാതൃക പിന്തുടരുക, ദൈവത്തിൻ്റെ ഒരു സന്നിധിയിലോട്ട് ചെല്ലുക. ഒന്നും വേണ്ട, സാംസ് 23, വേറെ ഒരു വേഴ്സിലോട്ടും പോകണ്ട. ആ സങ്കീർത്തനം ഒന്ന് ധ്യാനിക്കാൻ, ഇത് കർത്താവേ നീ എൻ്റെ ഇടയനാണല്ലോ, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, അങ്ങൻ്റെ പ്രാണനെ തണുപ്പിക്കും. വീണ്ടും വീണ്ടും അത് വായിക്കുക, ധ്യാനിക്കുക. റിക്കവറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആവട്ടെ. ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, എന്ത് സാഹചര്യം കൊണ്ടാണ്, ഞാൻ പറഞ്ഞു പല സിറ്റുവേഷൻസ് ഉണ്ടാകാം, പക്ഷെ അതിനെയൊക്കെ കർത്താവ് റിസ്റ്റോർ ചെയ്യട്ടെ. ദൈവമേ വചനങ്ങളാൽ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.